വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ നടന്നില്ലെങ്കിൽ അനോവുലേഷൻ സൈക്കിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട്. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്നോ ചില മാസങ്ങളിൽ രണ്ട് അണ്ടാശയങ്ങളിൽ നിന്നോ മെച്ചുവർ ആയിട്ടുള്ള, അതായത് മൂപ്പെത്തിയിട്ടുള്ള അണ്ടം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. ഓരോരുത്തരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓവുലേഷൻ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നവയാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ മാറ്റങ്ങൾ വെച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കലണ്ടറിൽ നോക്കി എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഒരു പച്ച മുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിലുള്ള സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഫെർട്ടൈൽ ആണ്, നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നതാണ്. നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും വജൈനയിൽ ഒരുപാട് ലൂബ്രിക്കേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂബ്രിക്കേഷൻ ഉള്ളതും ആ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അകത്തേക്ക് എത്തുന്ന സ്പേം കൃത്യമായിട്ട് ശരീരത്തിൽ നിലനിൽക്കുന്നതിനും, സ്പേമാണ് ശരീരത്തിൽ നേരത്തെ എത്തിയിട്ടുള്ളതെങ്കിൽ അണ്ടം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാർജ് കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ സമയത്ത് പച്ചമുട്ടയുടെ വെള്ള പോലെ എടുത്ത് കൈവിരലുകൾക്കിടയിലൂടെ ഒന്ന് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ വലിയുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് അല്ല നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ അവിടെ സംഭവിക്കുന്നില്ല എന്നാണ്. അത് മാത്രമല്ല, സെർവിക്കൽ മ്യൂക്കസ് കുറവുള്ളവർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ബാക്കി ശ്രദ്ധിക്കേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങളാണ്. ഈ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും ഓവുലേഷൻ അടുപ്പിച്ചുണ്ടാകുന്ന മറ്റു പല ലക്ഷണങ്ങളായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന് വേദന ഉണ്ടാവുക, അതുമല്ലെങ്കിൽ നമ്മുടെ അടിവയറിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ടെന്നാണ്. ഇതുപോലുള്ള ഒരു മാറ്റങ്ങളും സംഭവിക്കാതെ സെർവിക്കൽ മ്യൂക്കസും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ നടക്കാനായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ്. അങ്ങനെ വരുന്നവർ ഓവുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഓവുലേഷൻ നടക്കാത്തതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടാവുന്നതാണ്. ചെറുതായിട്ടുള്ള ഒരു സ്പോട്ടിങ് ഓവുലേഷൻ നടക്കാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് നോർമൽ ആണ്. കാരണം അണ്ടം പൊട്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും ചിലർക്ക് ചെറിയ ചെറിയ സ്പോട്ടിങ് ഉണ്ടാകും. എന്നാൽ നേരെ മറിച്ച് ബ്ലീഡിംഗ് ആയിട്ട് പോകുന്നു, ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് പീരിയഡ്സ് പോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വികസിച്ച് പൊട്ടേണ്ട അത്ര ഒരു ഗ്രോത്ത് നമ്മുടെ അണ്ടത്തിന് ആയിട്ടില്ല, ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പോട്ടിങ്ങോ ഒരുപാട് ബ്ലീഡിങ്ങോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ സ്പോട്ടിങ്, അതായത് ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യം ഇല്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് ആണ്. 21 to 35 അതിനിടയ്ക്കുള്ള മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിൽ അതിന് നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ 21 കുറവും 35 കൂടുതലുമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നതെങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആയിരിക്കില്ല. ഹെൽത്തി ആയിട്ടുള്ള മെൻസ്ട്രേഷൻ അല്ല എങ്കിൽ, നമ്മുടെ ഓവുലേഷന്റെ ഗ്യാപ്പും നമ്മുടെ ലൂട്ടിയൽ ഫേസിന്റെ ഗ്യാപ്പും ഒരുപോലെ തന്നെ പോകുന്നില്ല എങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം കിട്ടുന്നു, അല്ലെങ്കിൽ കുറവ് ടൈം കിട്ടുന്നു, അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിന് കൃത്യമായിട്ടുള്ള ടൈം കിട്ടുന്നില്ല, അതാണ് അതിന് അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നടക്കാതെ വരും, ഇംപ്ലാന്റേഷനും നടക്കാതെ വരും. അപ്പോൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഭയങ്കര ഷോർട്ട് ആണെങ്കിലോ ഭയങ്കര ലോങ് ആണെങ്കിലോ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറഗുലർ ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതാണ്. നമ്മുടെ മിഡ് സൈക്കിൾ ബ്ലീഡിംഗ് പറഞ്ഞതുപോലെ തന്നെ പീരിയഡ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെയും ബ്ലീഡിംഗ് തുടങ്ങുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിൽക്കുക, പിന്നെയും ബ്ലീഡിംഗ് തുടങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടോ, അല്ലെങ്കിൽ ഒബിസിറ്റി, അതായത് ശരീരഭാരം വർദ്ധിക്കുന്നത് കൊണ്ടോ, ഫാറ്റ് ടിഷ്യൂസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും.
അങ്ങനെയുള്ള വ്യത്യാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇറഗുലർ ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെവി ആയിട്ടാണോ ബ്ലീഡിംഗ് പോകുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഒരു ദിവസം 3 പാഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സസ് ഫ്ലോ ഉള്ള ദിവസം ഉണ്ടാകുന്നതും മെൻസ്ട്രൽ കപ്പിന്റെ പകുതി ഭാഗമൊക്കെ നിറയുന്നതുമൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ ഒരു 3-4 ദിവസമൊക്കെ ഒരുപാട് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ബ്ലീഡിംഗ് നിൽക്കുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കാൻഡി ബ്ലീഡിങ്ങും അതുപോലെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നവരും ശരീരം ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതുപോലെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ കാണുന്നവർ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മളുടെ ശരീരത്തിൽ അമ്മയാകാൻ വേണ്ടിയിട്ട് അണ്ടം പുറത്തേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ മുതൽ നമ്മുടെ ശരീരം നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ അപ്പിയറൻസിൽ, നമ്മളുടെ ആഗ്രഹങ്ങളിൽ, നമ്മൾ പാർട്ട്ണറെ അട്രാക്ട് ചെയ്യുന്നതിൽ ഒക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് പാർട്ട്ണറെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും തയ്യാറായിക്കൊണ്ടിരിക്കും. അത് പാർട്ട്ണർക്ക് ഒരുപാട് വിസിബിൾ ആയിരിക്കും. കാരണം ആ ചേഞ്ചസ് നമ്മൾ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടെന്നാണ് കേട്ടോ. ഇനി ഈ ഒരു ഡേറ്റ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബോഡിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓവുലേഷൻ ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ദീചൂസ് വേൾഡ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിന്റെ അതിന്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ യൂറിൻ സാമ്പിൾ എടുക്കുക. മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഓരോ ടെസ്റ്റ് കിറ്റിലും എത്രയാണോ ടൈം പറയുന്നത് ആ ഒരു സമയത്തെ വെച്ചിട്ട് നിങ്ങൾ യൂറിൻ സാമ്പിൾ എടുക്കുക. എത്രത്തോളം ഡ്രോപ്സ് വേണോ അത്രത്തോളം ഡ്രോപ്സ് നിങ്ങൾ എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഫെയിന്റ് ലൈൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു 5 ദിവസമൊക്കെ ടെസ്റ്റ് കിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്കത് പീക്കിൽ വരണം. അതായത് പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പോലെ 2 ലൈൻ നമുക്ക് തെളിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ആകുമ്പോൾ ഓവുലേഷൻ ഡേറ്റ് ആകുമ്പോഴേക്കും ഈ 2ാമത്തെ ലൈൻ ഭയങ്കരമായിട്ട് തെളിഞ്ഞു വരണം. ഇത് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്ന്. കാരണം PCOD ഉള്ളവർക്കും ഈ ഒരു മാറ്റം സംഭവിക്കാം. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ ഓൾവേസ് പോസിറ്റീവ് കാണാം കേട്ടോ. അങ്ങനെയൊക്കെയുള്ളവര് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ബോഡിയിൽ ഒരു ചേഞ്ചസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തണം. ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് വഴി ചെയ്ത് നോക്കുന്ന ഒന്നാണ്. നമ്മളുടെ എത്ര അണ്ടമുണ്ട്, എത്ര എണ്ണം വളരാറായി, എത്ര എണ്ണം പൊട്ടാറായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് പീരിയഡ്സിന്റെ 2nd ഡേ അല്ലെങ്കിൽ ഒരു 5th ഡേ മുതലൊക്കെ തുടങ്ങുകയാണെങ്കിൽ അണ്ടം വളരുന്നുണ്ടോ, മെച്യൂർ ആവുന്നുണ്ടോ, തനിയെ റപ്ചർ ആവുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിൽ ഒരു ലക്ഷണങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരിക്കലും മടിയരുത്. കാരണം ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലിൽ പോകാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ മടിയാണ്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയിട്ട് അണ്ടം വളരുന്നില്ലെങ്കിൽ എന്താണോ അതിന്റെ റൂട്ട് കോസ് അത് കണ്ടുപിടിച്ച് അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.